എല്ലാവർക്കും നമസ്കാരം. ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുഭാഷ്, സീനിയർ ഇൻസ്ട്രക്ടർ, മെഷീനിസ്റ്റ് ട്രേഡ്. ഈ ചാനലിൽ എൻ്റെ ഇത് 3ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ മുന്നേ ഉള്ള 2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് വരിക. അതിനു മുമ്പ് ഞാൻ കണ്ടക്ട് ചെയ്ത ക്ലാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഇൻട്രൊഡക്ഷൻ ടു CNC മില്ലിംഗ്, 2ാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് സേഫ്റ്റി ഓൺ CNC മെഷീൻസ്, 3ാമത്തെ ക്ലാസ്സായ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് CNC മില്ലിംഗ് മെഷീൻ. അപ്പോൾ എന്തൊക്കെയാണ് CNC മില്ലിംഗ് മെഷീൻ്റെ എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് എലമെൻറ്റ്സ് ഓഫ് CNC മെഷീൻ. CNC മെഷീനിലുള്ള ബേസിക് എലമെൻറ്റ്സ് ഒന്നെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് യൂണിറ്റ്. പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാമിംഗ് യൂണിറ്റ് നമ്മൾ CNC മെഷീനകത്തുണ്ട്. രണ്ടാമത്തേത് മെഷീൻ കൺട്രോൾ യൂണിറ്റ്. മെഷീൻ കൺട്രോൾ യൂണിറ്റ്, ആ പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യാൻ, റീഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ മെഷീൻ ടൂൾ യൂണിറ്റ്. മെഷീൻ ടൂൾ യൂണിറ്റ്, മെഷീൻ ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കട്ടിങ് ടൂള്, അങ്ങനെ മെഷീനിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ടൂൾസ്, സ്ലൈഡ് വേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെഷീൻ ടൂൾ യൂണിറ്റ്. അപ്പോൾ ഈ CNC മെഷീൻ കൺട്രോൾ യൂണിറ്റ് നമ്മൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു മെഷീൻ കൺട്രോൾ യൂണിറ്റ്, മെഷീൻ്റെ കൺട്രോൾ പാനൽ. ആ കൺട്രോൾ പാനലിൽ നിന്ന് നമ്മൾ നേരെ ഡ്രൈവ് മെഷീൻ്റെ ടേബിളിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, മെഷീൻ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് മോട്ടറിലേക്ക് പോകുന്നു, മോട്ടറിൽ നിന്ന് നമ്മളെ ലീഡ് സ്ക്രൂ കറങ്ങുന്നു, അങ്ങനെ ടേബിൾ മൂവ് ആവുന്നു. അങ്ങനെയുള്ളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് യൂണിറ്റ്. അപ്പോൾ പ്രോഗ്രാമിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ CNC മെഷീനിലേക്ക് നമ്മൾ പ്രോഗ്രാം എൻ്റർ ചെയ്യണം. പ്രോഗ്രാം ബേസ്ഡാണ് നമ്മൾ CNC മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാം യൂണിറ്റിൽ എന്തൊക്കെയാണെന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമർ, CNC പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമർ, അത് ഓപ്പറേറ്റർ ആവാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമർ ആവാം. അത് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്താണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മെഷീനകത്ത് തന്നെ പ്രോഗ്രാം ചെയ്യാം. മെഷീനകത്ത് ഒരു കമ്പ്യൂട്ടറുണ്ട്, കൺട്രോൾ പാനലിൽ തന്നെ നമ്മൾ കാണുന്ന ഡിസ്പ്ലേ മെഷീൻ അതൊരു കമ്പ്യൂട്ടറാണ്, അതിനകത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യാം. അതാണ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. മൂന്നാമത് പറയുകയാണെങ്കിൽ യൂസർ ഇൻ്റർഫേസ് ഡിവൈസസ്. യൂസർ ഇൻ്റർഫേസസ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മൗസ്, കീബോർഡ്, അങ്ങനെയുള്ള മെഷീനിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയുള്ള എന്താണ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള എക്സ്റ്റേണൽ ഡിവൈസസിനാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് ഡിവൈസസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ ഫെസിലിറ്റി. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു കമ്പ്യൂട്ടറിൽ, എക്സ്റ്റേണൽ കമ്പ്യൂട്ടറിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡാറ്റ ഒരു സ്റ്റോറേജ് ചെയ്യണം, ഏതെങ്കിലും ഡിവൈസിൽ സ്റ്റോറേജ് ചെയ്യണം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെൻഡ്രൈവ്, CD, ഫ്ലോപ്പി, അങ്ങനെയുള്ള ഏതെങ്കിലും ഡിവൈസിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ ഫെസിലിറ്റി, നമ്മുടെ CNC മെഷീനിലേക്ക് അത് നമ്മൾ ലോഡ് ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഫെസിലിറ്റി, അതാണ് നമ്മൾ മെഷീൻ ട്രാൻസ്ഫർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം ചേർന്നാണ് നമ്മളൊരു പ്രോഗ്രാമിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ ചേർന്നതിനെ നമ്മൾ പ്രോഗ്രാം യൂണിറ്റ് എന്ന് പറയുന്നു. ഇനി നമ്മൾ അടുത്ത് വരികയാണെങ്കിൽ മെഷീൻ കൺട്രോൾ യൂണിറ്റ്. മെഷീൻ കൺട്രോൾ യൂണിറ്റ് വരികയാണെങ്കിൽ അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റീഡർ. നമ്മൾ ചെയ്ത പ്രോഗ്രാം റീഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, അത് മെഷീനകത്ത്, മെഷീൻ കൺട്രോൾ യൂണിറ്റിനകത്ത് ഉണ്ടാവും. നമ്മൾ മെഷീനിൽ കാണുമ്പോൾ, നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന കൺട്രോൾ പാനലിനകത്ത് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ അത് പ്രോഗ്രാം മെഷീൻ റീഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രോഗ്രാം റീഡർ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ഡാറ്റ ബഫർ. അപ്പോൾ നമ്മൾ ആ ലോഡ് ചെയ്യുന്ന ഡാറ്റ ബഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം, അത് പ്രോഗ്രാമിംഗ് മെഷീൻ കൺട്രോൾ യൂണിറ്റിനകത്തുള്ള ഡാറ്റ ബഫർ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അതിൽ നിന്ന് റീഡ് ചെയ്യും. അത് റീഡ് ചെയ്തിട്ട് അതിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങൾ അത് മനസ്സിലാക്കും. അതിനെയാണ് നമ്മൾ ഡാറ്റ ബഫർ എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് സിഗ്നൽ ഔട്ട്പുട്ട് ചാനൽ ടു മെഷീൻ ടൂൾ. അപ്പോൾ മെഷീൻ നമ്മൾ ഡാറ്റയെല്ലാം, പ്രോഗ്രാമെല്ലാം റീഡ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ കൺട്രോൾ പാനൽ അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം, കൺട്രോൾ യൂണിറ്റ് മനസ്സിലാക്കി, അതിന് ഔട്ട്പുട്ട്, ആ കൺട്രോൾ സിസ്റ്റം മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കണം. എവിടേക്കാണ് കൊടുക്കുന്നത്? മെഷീൻ ടൂളിലേക്ക് കൊടുക്കണം. അപ്പോൾ സിഗ്നൽ ഔട്ട്പുട്ട്, അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം റീഡ് ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്തു, മെഷീൻ ടൂളിലേക്ക് കൊടുക്കാനുള്ള ഒരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സിഗ്നൽ
ക്രിയേറ്റ് ചെയ്തു. അതാണ് നമ്മൾ ആ സിഗ്നലാണ് നമ്മൾ മെഷീൻ ടൂളിലേക്ക് കൊടുക്കുന്നത്. ഇനി നമ്മൾ മെഷീൻ ടൂളിലേക്ക് സിഗ്നൽ കൊടുത്തു. അടുത്തതെന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ചാനൽ ഫ്രം ദ മെഷീൻ ടൂൾ. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത സിഗ്നൽ മെഷീനിൽ സിഗ്നൽ കൊടുത്തു, മോട്ടർ കറങ്ങും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോട്ടറുകൾ കറങ്ങി, അതിനനുസരിച്ച് സ്ലൈഡുകൾ മൂവായി. ആ സ്ലൈഡുകൾ എത്രത്തോളം മൂവായി എന്നുള്ളത് നമ്മൾക്ക് ഫീഡ്ബാക്ക് ഡിവൈസസ് മൂലം നമ്മൾക്ക് എന്താണ് മെഷീൻ കൺട്രോൾ യൂണിറ്റിലേക്ക് വീണ്ടും അത് വരികയാണ്. എത്ര മൂവായി, എത്ര ആക്സിസുകൾ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് എത്രത്തോളം മൂവായി എന്നുള്ള ഫീഡ്ബാക്ക് നമ്മളെ മെഷീൻ ടൂളിൽ നിന്നും നമുക്ക് ഫീഡ്ബാക്ക് ഡിവൈസസ് വഴി വീണ്ടും കൺട്രോൾ യൂണിറ്റിലേക്ക് വരും. ഇതാണ് മെഷീൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. മെഷീൻ കൺട്രോൾ ഒന്നുകൂടി പറയാം: പ്രോഗ്രാം റീഡർ, ഡാറ്റ ബഫർ, സിഗ്നൽ ഔട്ട്പുട്ട് ചാനൽ ടു മെഷീൻ ടൂൾ, ഫീഡ്ബാക്ക് ചാനൽ ഫ്രം ദ മെഷീൻ ടൂൾ. മെഷീൻ ടൂളിലേക്ക് സിഗ്നൽ പോയി, അതിൽ നിന്ന് വീണ്ടും ഫീഡ്ബാക്ക് എത്രത്തോളം മൂവായി മെഷീൻ ടൂൾ എന്നുള്ളത് ഫീഡ്ബാക്ക് നമ്മൾ വീണ്ടും കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്നു. അടുത്ത് നോക്കുകയാണെങ്കിൽ മെഷീൻ ടൂൾ യൂണിറ്റ്. അവസാനത്തെ എലമെൻറ്റ്സ് ആണ് മെഷീൻ ടൂൾ യൂണിറ്റ്. എന്താണ് മെഷീൻ ടൂൾ യൂണിറ്റ്? മെഷീൻ ടൂൾ CNC മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂവ്മെൻ്റ് എല്ലാം സാധാരണ ഒരു മെഷീൻ ടൂൾ പോലെ തന്നെയാണ് ഇരിക്കുക. അതിന് നമ്മൾ മൂവ്മെൻ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു കൺട്രോൾ യൂണിറ്റ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. മാനുവലി ആയിട്ടുള്ള യാതൊരു ഓപ്പറേഷൻസും നമ്മൾ CNC മെഷീനകത്തില്ല. അപ്പോൾ മെഷീൻ ടൂൾ യൂണിറ്റിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. മെഷീൻ സ്ട്രക്ചർ, മെഷീൻ ടൂളിനുള്ള മെഷീൻ്റെ സ്ട്രക്ചർ. രണ്ടാമതെന്ന് പറഞ്ഞാൽ സ്ലൈഡ് വേസ്. മെഷീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്, അതാണ് മെഷീൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ലൈഡ് വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഓരോ ആക്സിസിൻ്റെയും മൂവ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ലൈഡ് വേസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, അതുപോലെ തന്നെ സ്പിൻഡിലിൻ്റെ മൂവ്മെൻറ്റിനും വേണ്ടിയുള്ള സ്ലൈഡ് വേസ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഡ്രൈവ്സ് രണ്ടെണ്ണമുണ്ട്. സ്പിൻഡിൽ ഡ്രൈവ്, ഫീഡ് ഡ്രൈവ്. എന്ന് പറഞ്ഞാൽ മോട്ടർ വെച്ച് നമ്മൾ കറക്കുന്നത് സ്പിൻഡിലിനെ കറക്കണം. മില്ലിംഗ് മെഷീനിലാകുമ്പോൾ നമ്മൾ സ്പിൻഡിൽ കറങ്ങണം. അതുപോലെ തന്നെ ഓരോ ഫീഡ് മൂവ്മെൻറ്റിനും അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീഡ് മോട്ടറുകൾ നമ്മൾ കറങ്ങണം. ഇത്രയും കാര്യങ്ങളാണ് മെഷീൻ ടൂൾ യൂണിറ്റിനകത്ത് ഉള്ളത്. ഇനി നമുക്കത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് മെഷീൻ സ്ട്രക്ചർ? മെഷീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ CNC മെഷീൻസ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് ഫൈൻ ഗ്രൈൻഡ് കാസ്റ്റ് അയൺ. മെഷീൻ്റെ സ്ട്രക്ചർ നമ്മൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഫൈൻ ഗ്രൈൻഡ് കാസ്റ്റ് അയൺ കൊണ്ടാണ്. മിക്കവാറും കൺവെൻഷണൽ മെഷീനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള മെഷീൻസ് എല്ലാം നമ്മൾ ഫൈൻ ഗ്രൈൻഡ് കാസ്റ്റ് അയൺ കൊണ്ട് തന്നെയാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ദിസ് പ്രൊവൈഡ്സ് ആഡിക്വേറ്റ് റിജിഡിറ്റി ഇൻ വ്യൂ ഓഫ് ഹൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് ആക്യുറസി റിക്വയർമെൻറ്റ്സ് ഓഫ് ദ CNC മെഷീൻ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫൈൻ ഗ്രൈൻഡ് കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള റിജിഡിറ്റി, മെഷീൻ ആവശ്യമായിട്ടുള്ള റിജിഡിറ്റി, ഹൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് ആക്യുറസി റിക്വയർമെൻറ്റ്. നമ്മൾ ഫൈൻ ഗ്രൈൻഡ് കാസ്റ്റ് അയൺ ആണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് വൈബ്രേഷൻസിനൊക്കെ ഡാമ്പ് ചെയ്യാനുള്ളതും അങ്ങനെയുള്ള കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് മെഷീൻ്റെ റിജിഡിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കൂടാതെ തന്നെ മെഷീൻ്റെ ആക്യുറസി റിക്വയർമെൻറ്റ്സിനെല്ലാം നമുക്കത് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത് നോക്കുകയാണെങ്കിൽ വെൽഡഡ് സ്റ്റീൽ ഈസ് ഓൾസോ യൂസ്ഡ് ആസ് മെഷീൻ സ്ട്രക്ചർ ബിസൈഡ്സ് കാസ്റ്റ് അയൺ. ചില നമ്മൾ കേസിൽ വെൽഡഡ് സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബട്ട് നീഡ് ടു ബി സ്ട്രെസ് റിലീവ്ഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെൽഡഡ് സ്റ്റീൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്റ്റീൽ നമ്മൾ സ്ട്രെസ് റിലീവ് ചെയ്യണം. സ്ട്രെസ് റിലീവിങ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർജിങ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്ട്രെസ് റിലീവിങ് നമ്മൾ പഠിക്കുന്ന അനീലിങ്, ഹാർഡനിങ്, ടെമ്പറിങ് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് സ്ട്രെസ് റിലീവിങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വെൽഡഡ് സ്റ്റീൽ ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ചും കൂടി കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെൽഡഡ് സ്റ്റീൽ സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ എ ഫ്യൂ മോഡേൺ മെഷീൻസ് യൂസ് എപ്പോക്സി കോൺക്രീറ്റ് ടു പ്രൊവൈഡ് വെരി ഗുഡ് ഡാമ്പിംഗ് പ്രോപ്പർട്ടി ആസ് വെൽ ആസ് തെർമൽ സ്റ്റെബിലിറ്റി. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്യൂ ആയിട്ടുള്ള മെഷീൻസിൽ നമ്മൾ എപ്പോക്സി കോൺക്രീറ്റ് ടു പ്രൊവൈഡ് എപ്പോക്സി കോൺക്രീറ്റ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ മെഷീൻ സ്ട്രക്ചറിന് വേണ്ടിയിട്ട്. നമ്മൾ ബേസിലൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുക. എന്തിനാന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ മെഷീൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റ് ആവും. ആ വൈബ്രേഷൻ നമ്മൾ ഡാമ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി നമുക്ക് മെഷീനകത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോക്സി കോൺക്രീറ്റ് നമ്മൾ ഉപയോഗിക്കും. കൂടാതെ തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹീറ്റായി കഴിഞ്ഞാൽ എക്സ്പാൻഡ് ആവും, കോൾഡ് കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ആവും. അപ്പോൾ എപ്പോക്സി കോൺക്രീറ്റ് ആകുമ്പോൾ നമ്മൾ ഈ തെർമൽ കണ്ടീഷനൊന്നും അത്
എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ചില ഫ്യൂ മെഷീൻസിൽ നമ്മൾ ഈ രീതിയിലും ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ വരികയാണെങ്കിൽ സ്ലൈഡ് വേസിൽ വരികയാണെങ്കിൽ സ്ലൈഡ് വേസിലേക്ക് വരികയാണെങ്കിൽ CNC മെഷീൻ ഡു നോട്ട് യൂസ് ഡയറക്റ്റ് കാസ്റ്റ് അയൺ സ്ലൈഡ് വേസ് അൺലൈക്ക് കൺവെൻഷണൽ മെഷീൻ ടൂൾ. അപ്പോൾ CNC മെഷീനിൽ നമ്മൾ ഡയറക്റ്റ് കാസ്റ്റ് അയൺ സ്ലൈഡ് വേസ് ഉപയോഗിക്കുന്നില്ല സാധാരണ കൺവെൻഷണൽ മെഷീനിൽ പോലെ. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ CNC സ്ലൈഡ് വേസ് ഓഫ് CNC മെഷീൻസ് ആർ കാസ്റ്റ് അയൺ വിത്ത് എ mating surface of non-metallic liners, of which one of the most popular one being tersite. അപ്പോൾ നമ്മൾ CNC മെഷീനകത്ത് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കാസ്റ്റ് അയൺ സ്ലൈഡ് വേസ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ അതിനോടൊപ്പം എന്താണ് നോൺ മെറ്റാലിക് ലൈനേഴ്സ് ഉപയോഗിക്കുന്നു. നോൺ മെറ്റാലിക് ലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ലൈഡ് വേസിലേക്ക് നോൺ മെറ്റലിൻ്റെ ഒരു ലൈനർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ ലൈനറുമായിട്ടാണ് കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ തേയ്മാനം നമുക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ സ്ലൈഡ് വേസിൽ എന്തെങ്കിലും തേയ്മാനം വരികയാണെങ്കിൽ നമുക്ക് ആ ലൈനേഴ്സ് മാത്രം മാറ്റിയാൽ മതിയാവും. എളുപ്പത്തിൽ നമുക്ക് ലൈനേഴ്സ് നമുക്ക് കോസ്റ്റ് കുറവായിട്ട് കിട്ടും. നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ലൈനർ, പോപ്പുലർ ആയിട്ടുള്ള ലൈനർ എന്ന് പറഞ്ഞാൽ ടെർസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ലൈനറായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കുകയാണെങ്കിൽ ഓഫൺ ദ കാസ്റ്റ് അയൺ സർഫസ് ഈസ് ഹാർഡൻഡ് ആൻഡ് ഗ്രൗണ്ട്. ഫോർ ലാർജർ മെഷീൻ ഹാർഡൻഡ് ആൻഡ് ഗ്രൗണ്ട് സ്ട്രിപ്സ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കാസ്റ്റ് അയൺ സർഫസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാസ്റ്റ് അയൺ സർഫസ് നോർമലി കാസ്റ്റ് അയൺ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ലൈഡ് വേസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സർഫസ് ഹാർഡൻ ചെയ്യണം. എന്തിനാണ് സർഫസ് ഹാർഡൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലൈഡ് വേസ് എപ്പോഴും എന്താണ് സ്ലൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സർഫസിൻ്റെ മേലെ മറ്റൊരു സർഫസ് ഉരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തേയ്മാനം കൂടുതലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ സ്ലൈഡ് വേസിൽ നമ്മളെപ്പോഴും അതിൻ്റെ സർഫസ് ഹാർഡൻ ചെയ്തിരിക്കണം. ഫോർ ലാർജർ മെഷീൻ ഹാർഡൻഡ് ആൻഡ് ഗ്രൗണ്ട് സ്ട്രിപ്സ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കാസ്റ്റ് അയൺ സർഫസ്. അപ്പോൾ ചില വലിയ മെഷീൻസിലൊക്കെ നമ്മൾ സ്ലൈഡ് വേസിൽ സർഫസ് ഹാർഡനിങ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താണ് ഹാർഡൻഡ് സ്ട്രിപ്സ് ഉപയോഗിക്കും. കാസ്റ്റ് അയണിൻ്റെ തന്നെ ഹാർഡൻഡ് സ്ട്രിപ്സ് ഉപയോഗിക്കും. നമ്മൾ സ്ലൈഡ് വേസിൽ കൺവെൻഷണൽ മെഷീനിൽ സ്ലൈഡ് വേസിലേക്ക് നമ്മൾ ജിബ് ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ഇതിനകത്ത് കാസ്റ്റ് അയണിൻ്റെ സ്ട്രിപ്പുകൾ നമ്മൾ ഉപയോഗിക്കും. സ്ട്രിപ്പുകൾ ഉപയോഗിക്കുന്നതിൽ ഇതുപോലെ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്. തേയ്മാനം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് വേറൊരു സ്ട്രിപ്പ് വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ആൾട്ടർനേറ്റീവ്ലി മാനുഫാക്ചർ യൂസസ് റീസർക്കുലേഷൻ റോളർ പാഡ്സ് ഓർ ബാൾ ബുഷിംഗ് ഫോർ റിലേറ്റീവ് ലൈറ്റർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ റീസർക്കുലേറ്റിംഗ് ബോൾസ് നമ്മൾ സ്ലൈഡ് വേസിൽ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. റീസർക്കുലേറ്റിംഗ് ബോൾ എന്ന് പറഞ്ഞാൽ ബോൾ കോണ്ടാക്റ്റാണ് വരുന്നത്. അപ്പോൾ സ്ലൈഡ് വേസിൽ നമ്മൾ ബോൾ ടു ബോൾ കോണ്ടാക്റ്റാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ റോളറുകൾ തേഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് റോളറുകൾ റീപ്ലേസ് ചെയ്യാൻ വരും. ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റും കിട്ടും നമുക്ക്. ഇത്രയാണ് നമ്മൾ മെഷീൻ സ്ലൈഡ് വേസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത് നോക്കിയാണ് സ്പിൻഡിൽ ഡ്രൈവ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. ഡ്രൈവ്സ് രണ്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ. ഒന്ന് സ്പിൻഡിൽ ഡ്രൈവ്സ്, മറ്റേതെന്ന് പറഞ്ഞാൽ ഫീഡ് ഡ്രൈവ്സ്. അപ്പോൾ എന്താണ് സ്പിൻഡിൽ ഡ്രൈവ്സ്? അതെങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് CNC മെഷീനിൽ? CNC machine uses variable speed motor unlike a fixed speed AC induction motor used in conventional machine. നമ്മൾ കൺവെൻഷണൽ മെഷീൻ നോക്കുകയാണെങ്കിൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു AC ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ ഡ്രൈവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കൺവെൻഷണൽ CNC മെഷീൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഡ്രൈവിന് വേണ്ടി ഒരു മോട്ടർ ഉണ്ടാവുകയുള്ളൂ. അത് AC ഇൻഡക്ഷൻ മോട്ടറാണ്. ഇനി CNC മെഷീനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വേരിയബിൾ സ്പീഡ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. വേരിയബിൾ നമ്മൾ സ്പീഡ് വേരി ചെയ്യാൻ പറ്റും. നമ്മളത് ഇൻപുട്ട് സിഗ്നൽ വെച്ചിട്ട് നമ്മൾ മോട്ടറിൻ്റെ സ്പീഡ് നമ്മൾക്ക് വേരി ചെയ്യാൻ പറ്റുന്നുള്ള വേരിയബിൾ സ്പീഡ് മോട്ടറാണ് നമ്മൾ CNC മെഷീൻ്റെ മെയിൻ ഡ്രൈവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സ്പിൻഡിൽ ഡ്രൈവിനെയാണ് നമ്മൾ CNC മെഷീൻ്റെ മെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്. ദൂസ് മോട്ടേഴ്സ് ഏർലിയർ വർക്കിംഗ് ഓൺ DC. പഴയ കാലങ്ങളിൽ ഈ മോട്ടർ DC ഡയറക്റ്റ് കറണ്ട് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നൗ വർക്കിംഗ് ഓൺ AC. നമ്മൾ ഇപ്പോൾ കറണ്ട് കണ്ടീഷനിൽ നമ്മൾ AC മോട്ടോഴ്സും നമുക്ക് CNCയുടെ സ്പിൻഡിൽ ഡ്രൈവ് മോട്ടോഴ്സായിട്ട് അവൈലബിൾ ആണ്. ദ മോട്ടോഴ്സ് ആർ കൺട്രോൾഡ് ബൈ സ്പിൻഡിൽ ഡ്രൈവ്. സ്പിൻഡിൽ ഡ്രൈവ് ആണ് ഈ മോട്ടോറിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സ്പിൻഡിൽ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പിൻഡിൽ ഡ്രൈവാണ്.
സ്പിൻഡിൽ ഡ്രൈവ് നമ്മൾ RPM നമ്മൾ പ്രോഗ്രാമിൽ RPM കൊടുക്കുന്ന സമയത്ത് അത് എത്രത്തോളം കറങ്ങണം, ഏത് RPMൽ കറങ്ങണം എന്നുള്ള സിഗ്നൽ കൊടുക്കുന്നത് സ്പിൻഡിൽ ഡ്രൈവാണ്. അതിന് ആ സിഗ്നലിനനുസരിച്ചാണ് മെയിൻ മോട്ടർ നമ്മൾ കറങ്ങുന്നത്. പൾസ് വിത്ത് മോഡുലേറ്റഡ് ഡ്രൈവ്സ് ആർ കോമൺ. പൾസ് വിത്ത് മോഡുലേറ്റഡ് ഡ്രൈവ്, പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന പൾസ് നമ്മൾ RPMനനുസരിച്ചാണ് മോട്ടറിലേക്ക് പൾസ് കൊടുക്കുന്നത്. ആ പൾസിനനുസരിച്ചാണ് മോട്ടർ കറങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു 1000 RPM നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കുകയാണെങ്കിൽ അതിന് എത്ര പൾസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് സ്പിൻഡിൽ ഡ്രൈവ് തീരുമാനിക്കും. അതിനനുസരിച്ച് മോട്ടറിലേക്ക് നമ്മൾ ആ പൾസ് കൊടുക്കും, അതിനനുസരിച്ച് മോട്ടർ കറങ്ങും. അപ്പോൾ അങ്ങനെ പൾസ് ജനറേറ്റഡ് മോട്ടേഴ്സാണ് നമ്മൾ സ്പിൻഡിൽ മോട്ടേഴ്സ്. ഇനി അടുത്ത് ഹൗഎവർ ന്യൂ ഡ്രൈവ്സ് യൂസസ് തൈറിസ്റ്റേഴ്സ്. പുതിയ ഡ്രൈവുകളിൽ നമ്മൾ അതും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മെഷീൻസിൽ നമ്മൾ തൈറിസ്റ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട് മെയിൻ ഡ്രൈവിന് വേണ്ടിയിട്ട്, ഡ്രൈവ് കൺട്രോൾ ചെയ്യാനായിട്ട്. ദ ഏർലിയർ ഡ്രൈവ്സ് നീഡ് അനലോഗ് സിഗ്നൽസ് ഫ്രം ദ CNC. അപ്പോൾ ഇതിന് മുമ്പുള്ള ഡ്രൈവ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അനലോഗ് ഡ്രൈവ് ഫ്രം ദ CNC. മുന്നത്തെ നമ്മൾ പഴയ കാലം കുറച്ചും കൂടി മുന്നത്തെ CNC മെഷീൻസ് ഉപയോഗിച്ചിരുന്നു പറഞ്ഞാൽ അനലോഗ് സിഗ്നൽസാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനലോഗ് സിഗ്നൽ വെച്ചിട്ടാണ് നമ്മൾ മോട്ടറിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുള്ളത്. എത്ര സിഗ്നൽ നമ്മൾ അനലോഗ് പ്രോഗ്രാമിൽ കൊടുക്കുന്നതിനനുസരിച്ച് അനലോഗ് ടൈപ്പ് സിഗ്നൽസാണ് നമ്മൾ CNC മോട്ടറിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചായിരുന്നു മോട്ടർ കറങ്ങിയിരുന്നത്. ദ ലേറ്റസ്റ്റ് ഡ്രൈവ് യൂസസ് ഡിജിറ്റൽ സിഗ്നൽസ്. പുതുതായിട്ട് വരുന്ന CNC മെഷീനിൽ ഡിജിറ്റൽ സിഗ്നൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ സിഗ്നൽസ് ഇൻ കേസ് ഓഫ് അനലോഗ് സിഗ്നൽ. അപ്പോൾ നമ്മൾ പഴയതിലെ അനലോഗ് സിഗ്നൽ ഉപയോഗിച്ചിരുന്നു, അതിന് ശേഷം വന്നതാണ് ഡിജിറ്റൽ സിഗ്നൽ. അതാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്നത്. വിച്ച് ഈസ് യൂഷ്വലി +or-10 വോൾട്ട്. 10 വോൾട്ട് +or-10 വോൾട്ടിലാണ് എന്താണ് ഡിജിറ്റൽ സിഗ്നൽ മോട്ടോഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫീഡ് ഡ്രൈവിലേക്ക് വരികയാണ്. നമ്മൾ നോക്കിയത് സ്പിൻഡിൽ ഡ്രൈവ്, ഫീഡ് ഡ്രൈവ്, ഇതൊക്കെയാണ് 2 ഡ്രൈവാണ് നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ. ഫീഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിസുകളിലുള്ള മൂവ്മെൻറ്റാണ്, X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്, അതിൻ്റെ മൂവ്മെൻറ്റാണ് നമ്മൾ ഫീഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഫീഡ് നമ്മൾ സാധാരണ കൺവെൻഷണൽ മെഷീനിൽ കൊടുക്കുന്ന ഫീഡുകൾ, അതുതന്നെയാണ് നമ്മൾ ഫീഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. The present generation of CNC machine uses AC servo motors which are driven by AC servo drives. അപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള CNC മെഷീൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ ഉപയോഗിക്കുന്ന ഫീഡ് ഡ്രൈവിന് വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടർ എന്ന് പറഞ്ഞാൽ AC സെർവോ മോട്ടറാണ്. വിച്ച് ഈസ് ഡ്രിവൺ ബൈ AC സെർവോ ഡ്രൈവ്. AC സെർവോ ഡ്രൈവ് വെച്ചിട്ടാണ്, ആൾട്ടർനേറ്റീവ് കറണ്ടിൻ്റെ സെർവോ ഡ്രൈവ് വെച്ചിട്ടാണ് നമ്മൾ AC സെർവോ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. The AC servo drives are transistor-based drives. The CNC controls send the signal to the servo drive. The AC servo drive എന്ന് കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ബേസ്ഡ് ഡ്രൈവ്സ് ആണ്. ട്രാൻസിസ്റ്റർ കുറിച്ച് നമുക്കറിയാം, ഇലക്ട്രോണിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ട്രാൻസിസ്റ്റർ ബേസ്ഡ് ഡ്രൈവ്സ് ആണ് AC ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ. The CNC control send the signal to the servo drive. CNC കൺട്രോൾ യൂണിറ്റിൽ നിന്നാണ് നമ്മൾ സിഗ്നൽ സെർവോ ഡ്രൈവിലേക്ക് പോകുന്നത്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് X ആക്സിസ് ഇത്ര മൂവ് ആവണം, 100 mm, Y ആക്സിസ് ഇത്ര മൂവ് ആവണം, 50 mm, ഇങ്ങനെ മൂവ്മെൻറ്റ്, അതിനനുസരിച്ചാണ് നമ്മൾ പ്രോഗ്രാമിൽ ചെയ്തിട്ടുണ്ടാവുക. ആ പ്രോഗ്രാമിനെ നമ്മൾ CNC കൺട്രോൾ സിഗ്നലായിട്ട് നമ്മൾ സെർവോ ഡ്രൈവിലേക്ക് CNC നമ്മൾ മെഷീൻ കൺട്രോൾ യൂണിറ്റിൽ നിന്നാണ് ആ സിഗ്നൽ നമ്മൾ സെർവോ ഡ്രൈവിലേക്ക് പോകുന്നത്. ആ സെർവോ ഡ്രൈവാണ് നമ്മൾ AC സെർവോ മോട്ടറിനെ റൺ ചെയ്യിക്കുന്നത്. എടുത്ത് നോക്കിയാൽ ദ സിഗ്നൽ ടെൽസ് ദ ഡ്രൈവ് അറ്റ് ദ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന സിഗ്നൽ ആ മോട്ടറിൻ്റെ ഡയറക്ഷൻ, ഇപ്പോൾ X ആക്സിസ് പ്ലസ് ഡയറക്ഷനിലാണോ മൈനസ് ഡയറക്ഷനിലാണോ മൂവ്മെൻറ്റ് ഉള്ളത്, അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടാവും. പ്ലസ് ഡയറക്ഷൻ, മൈനസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. പ്ലസ് ഡയറക്ഷൻ പോകുന്ന ക്ലോക്ക് വൈസ് ആണെങ്കിൽ മൈനസ് ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മോട്ടോർ കറങ്ങുന്നത്. അപ്പോൾ ആ സിഗ്നൽ കറക്റ്റായിട്ട് നമ്മൾ ഡ്രൈവിലേക്ക് കൊടുക്കണം. പിന്നെ പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, എത്ര mm ഡിസ്റ്റൻസ്, ആൻഡ് സ്പീഡ് വിത്ത് വിച്ച് ഷുഡ് ബി മൂവ്. ഫീഡ് നമ്മൾ കൊടുക്കുന്ന ഫീഡ് റേറ്റ് എത്ര, അതിൻ്റെ സ്പീഡ് എത്ര, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാമിലുണ്ടാകും. അതിനനുസരിച്ച് സിഗ്നൽ ജനറേറ്റ് ചെയ്ത് നമ്മളെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീഡ് ഡ്രൈവിലേക്ക് കൊടുക്കും. ആ ഫീഡ് ഡ്രൈവ് കറസ്പോണ്ടിങ് ഫീഡ് മോട്ടറിലേക്ക് സിഗ്നലായിട്ട് കൊടുക്കും.
ദ ലേറ്റസ്റ്റ് സെർവോ ഡ്രൈവ്സ് ആർ ഡിജിറ്റൽ സെർവോ ഡ്രൈവ്സ്. നേരത്തെ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെർവോ ഡ്രൈവ് ഡിജിറ്റൽ ഡ്രൈവാണ്, അനലോഗ് അല്ല. അനലോഗിന് പകരം ഡിജിറ്റൽ ഡ്രൈവുകളാണ്. ദ സെർവോ ഡ്രൈവ് ഇൻ ടേൺ പ്രൊവൈഡ് ദ സിഗ്നൽ ടു ദ മോട്ടോർ ടു റൊട്ടേറ്റ്. അപ്പോൾ സെർവോ ഡ്രൈവ് ഇൻ ടേൺസ് പ്രൊവൈഡ് ദ സിഗ്നൽസ് ടു ദ മോട്ടർ ടു റൊട്ടേറ്റ്. സെർവോ ഡ്രൈവുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോട്ടറുകൾക്ക് നമ്മൾ സിഗ്നൽ കൊടുക്കും. മെഷീൻ കൺട്രോൾ യൂണിറ്റിൽ നമ്മൾ ചെയ്ത പ്രോഗ്രാം റീഡർ റീഡ് ചെയ്യുന്നു. മെഷീൻ കൺട്രോൾ യൂണിറ്റിൽ അത് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ സെർവോ ഡ്രൈവിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ സെർവോ ഡ്രൈവിൽ നിന്ന് സെർവോ മോട്ടറിലേക്ക് സിഗ്നൽ പോകുന്നു. സ്ലൈഡ് വൈസ് മൂവ് ആവുന്നു. ഇതാണ് നമ്മൾ ഫീഡ് ഡ്രൈവിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഒന്നുകൂടി പറയാം. റീഡർ പ്രോഗ്രാം റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്ത പ്രോഗ്രാം മെഷീൻ കൺട്രോൾ യൂണിറ്റ് അനലൈസ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു. ആ സിഗ്നൽസ് സെർവോ ഡ്രൈവിലേക്ക് കൊടുക്കുന്നു. ആ സെർവോ ഡ്രൈവ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെർവോ മോട്ടറിലേക്ക് സിഗ്നലായിട്ട് കൊടുക്കുന്നു. സ്ലൈഡ് വൈസ് മൂവ് ആവുന്നു. ഇനി ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പറഞ്ഞാൽ മെഷീൻ്റെ നമ്മൾ CNC മെഷീൻ്റെ ലീഡ് സ്ക്രൂ ആണ്. ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ CNC മെഷീൻ്റെ ലീഡ് സ്ക്രൂ ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് ലീഡ് സ്ക്രൂ ആണ് നമ്മൾ CNC മെഷീനിൽ ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ CNC മെഷീനിലെ ബാക്ക് ക്ലാഷ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഒരു ഫോർവേഡ് കറങ്ങി റിവേഴ്സ് വരുന്ന സമയത്ത് കൺവെൻഷണൽ മെഷീനിലാണെങ്കിൽ നമുക്ക് ബാക്ക് ക്ലാഷ് ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് നമ്മൾ CNC മെഷീനിൽ റീസർക്കുലേറ്റിംഗ് ബോൾ ലീഡ് സ്ക്രൂ ഉപയോഗിക്കുന്നത്. അത് പ്രിസിഷൻ മൂവ്മെൻറ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ലീഡ് സ്ക്രൂ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു മോട്ടർ കാണാൻ പോകും. ഫസ്റ്റ് കാണുന്നത് ഒരു മോട്ടറാണ്. അതിനെ നമ്മൾ ഫീഡ് ഡ്രൈവ് എന്ന് പറയും. നമ്മൾ ഡ്രൈവ് മോട്ടർ, ഫീഡ് മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ഡ്രൈവ് മോട്ടറാണ്. രണ്ടാമത്തെ മാർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു വർക്ക് ടേബിളാണ്. നമ്മൾ CNC മെഷീൻ്റെ ടേബിളാണ്. മൂന്നാമത് നോക്കിക്കഴിഞ്ഞാൽ മെഷറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഡിവൈസസിനോട് കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. നമുക്ക് എന്താണ് മെഷറിങ്, എത്രത്തോളം മൂവായി, സ്ലൈഡ്സ് എത്രത്തോളം മൂവായി, ആ സിഗ്നൽസ് നമ്മൾ ഫീഡ്ബാക്ക് ഡിവൈസ് വഴി വീണ്ടും കൺട്രോൾ പാനലിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്ന എത്രത്തോളം ആക്സസ് മൂവായി എന്നുള്ളത്. അപ്പോൾ മൂന്നാമത് കാണിക്കുന്നത് മെഷറിംഗ് സിസ്റ്റമാണ്. എങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത്? പല ടൈപ്പുള്ള മെഷറിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ മെഷറിംഗ് സിസ്റ്റമാണ് നമ്മൾ 3ൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ബോൾ സ്ക്രൂ ആണ്. 4 എന്ന് പറഞ്ഞാൽ ബോൾ സ്ക്രൂ, റീസർക്കുലേറ്റിംഗ് ടൈപ്പ് ബോൾ സ്ക്രൂ ആണത്. ലീഡ് സ്ക്രൂ നമ്മൾ CNC മെഷീനിൽ ഉപയോഗിക്കുന്ന ലീഡ് സ്ക്രൂ. ഇനി അടുത്തത് ബോൾ സ്ക്രൂ നട്ട്. അത് നമ്മളെ സാധാരണ കൺവെൻഷണൽ മെഷീനിൽ നമ്മൾ പറയുന്ന ബോക്സ് നട്ട്, അത് സെയിം തന്നെയാണ് നമ്മൾ CNC മെഷീനിൽ പറയുന്നത് ബോൾ സ്ക്രൂ നട്ട്. ഇനി നമ്മൾ ഫിഗർ 7 അടുത്ത ഫിഗറിലേക്ക് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഒന്നുകൂടി ക്ലോസ് ആയിട്ട് നമ്മൾ ആ നെറ്റ് പറഞ്ഞാൽ അതിനെ ഒന്നുകൂടി ക്ലോസ് ആയിട്ട് നമ്മൾ സൂം ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് അതിൽ കാണുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ബോൾ സ്ക്രൂ നെറ്റ്, നമ്മൾ ആ പുറമേ കാണുന്ന ബോൾ സ്ക്രൂ നെറ്റ്. രണ്ടാമെന്ന് പറഞ്ഞാൽ ക്ലാമ്പിംഗ് റിങ്, രണ്ട് സെക്ഷനായിട്ടാണ് വരിക നെറ്റ്. അതിന് തമ്മിൽ ക്ലാമ്പ് ചെയ്യുന്ന ഒരു ക്ലാമ്പിംഗ് റിങ്. മൂന്നാമത് പറഞ്ഞാൽ ബോൾസ്. ഈ ബോൾസ് ഇതിനകത്ത് കിടന്ന് റീസർക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ മൂവ് ആകുന്ന സമയത്ത് ഈ ബോൾസിനുള്ള പാത്തുണ്ട്. ആ പാത്തിൽ കൂടെ ബോൾസ് റീസർക്കുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങി ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുക്കുന്ന സമയത്ത് ബാക്ക് ക്ലാഷ് ഒട്ടും തന്നെ ഉണ്ടാവില്ല ഈ ടൈപ്പ് ബോൾ സ്ക്രൂ ഉപയോഗിക്കുന്നതുകൊണ്ട്. ഇനി അടുത്തത് 4 എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ ഡ്രൈവ്, നമ്മുടെ ലീഡ് സ്ക്രൂ ആണ്. CNC മെഷീൻ്റെ ലീഡ് സ്ക്രൂ ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ലൈഡും മൂവായി, അത് എത്രത്തോളം മൂവായി അത് എടുക്കുന്നത് ഡിവൈസ് ഫീഡ്ബാക്ക് ഡിവൈസസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള 2 മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫിഗർ 1 എന്ന് പറഞ്ഞാൽ ഒരു പിക്കപ്പാണ്, ഒരു ഡയറക്റ്റ് പൊസിഷൻ മെഷർമെൻറ്റ്, എത്രത്തോളം ടേബിൾ മൂവായി എന്നുള്ള പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് റൂളർ വിത്ത് സ്കെയിൽ. അപ്പോൾ നമ്മൾ ഗ്ലാസ് റൂളർ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ നമ്മളത് മാർക്ക് ചെയ്തിട്ടുള്ളത് വിത്ത് സ്കെയിൽ. അപ്പോൾ നമ്മൾ വിത്ത് സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ഫിസിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻഡയറക്റ്റ് പൊസിഷൻ മെഷർമെൻറ്റ്. അപ്പോൾ ഫസ്റ്റത്തെ ഡയറക്റ്റാണ്, നമ്മൾ മാനുവലി നോക്കി നമ്മൾ മെഷർ ചെയ്യണം. രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡയറക്റ്റാണ്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, ഒരു ഇലക്ട്രോണിക്കൽ ബേസ്ഡ് ഡിവൈസാണ്. അത് വെച്ചിട്ട് നമുക്ക് മെഷീൻ കൺട്രോൾ യൂണിറ്റിലേക്ക് സിഗ്നലായിട്ട് കൊടുക്കും. നമുക്ക് ഡിജിറ്റലി നമുക്ക് എത്ര അതിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും. അതിൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കാരിയർ. ഒന്നെന്ന് പറഞ്ഞാൽ കാരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളാണ്.
ടേബിളാണ് മൂവ് ആവുന്നത്. പൾസ് ഡിസ്ക് ആസ് എ മെഷറിംഗ് സ്കെയിൽ, അതിലൊരു പൾസ് ഡിസ്ക്കാണ് അതിനകത്തുള്ളത്. അപ്പോൾ ടേബിൾ മൂവ് ആയി കഴിഞ്ഞാൽ എത്ര നമ്മൾ ലീഡ് സ്ക്രൂ കറങ്ങുന്ന സമയത്ത് ഈ പൾസ് ഡിസ്ക്കും കറങ്ങും. അപ്പോൾ ആ പൾസ് ഡിസ്കിൻ്റെ പൾസ് നമ്മളൊരു പൾസ് സിഗ്നൽ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആ സിഗ്നൽ ജനറേറ്റർ കൗണ്ട് ചെയ്തിട്ട് അത് എത്രത്തോളം മൂവായി എന്നുള്ളത് പ്രിസിഷൻ മൂവ്മെൻറ്റ് നമുക്ക് അതിനകത്ത് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ഇലക്ട്രോണിക്സ് ബേസ്ഡ് ഡിവൈസാണ്. ഇത് നമുക്ക് മെഷീൻ്റെ കൺട്രോൾ യൂണിറ്റിനകത്ത് കാണാൻ പറ്റും എത്രത്തോളം മൂവ്മെൻറ്റ് ആയി എന്നുള്ളത്. ഇതാണ് നമ്മൾ നോർമലി CNC മെഷീനിലൊക്കെ ഈ ടൈപ്പ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ മാഗസിൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഫിഗർ 1 ഒരു ടററ്റ് ടൈപ്പ് ടൂൾ മാഗസീനും രണ്ടാമത്തെ കാണിച്ചിരിക്കുന്ന ഒരു ചെയിൻ ടൈപ്പ് ടൂൾ മാഗസീൻ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂളുകൾ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഡിഫറെൻ്റ് ഓപ്പറേഷന് ഈ എല്ലാ ടൂൾ മാഗസീനും എല്ലാ പൊസിഷനും ഓരോ നമ്പറുണ്ട്. ആ നമ്പർ നമ്മൾ പ്രോഗ്രാമിൽ കോൾ ചെയ്യുകയാണെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂള് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നമ്മൾ മെഷീൻ്റെ സ്പിൻഡിലിനകത്തേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ടൂൾ മാഗസീനകത്ത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ടൂൾസുകൾ നമ്മൾ ലോഡ് ചെയ്യണം. ആ ടൂൾസിൻ്റെ നമ്പർ നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ നമ്മളത് റീപ്ലേസ് ചെയ്യുന്നതാണ്. ഇത് 2 ടൈപ്പ് ടററ്റാണ്. ഒന്ന് ടൂൾ മാഗസിൻ, ഒന്ന് ടററ്റ് ടൈപ്പ്, രണ്ടാമത്തെ ചെയിൻ ടൈപ്പ്. അപ്പോൾ ഇത്രയാണ് CNC മെഷീൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.